ലൈഫിൽ വല്ലാണ്ട് ബുദ്ധിമുട്ട് വന്നൊരു സമയത്താണ് ഞാൻ പ്രേമവിനെ പരിചയപ്പെടുകയും എബിഎൽ ജേർണി എന്ന് പറയുന്ന മാമിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാൻ വയ്യാതിരുന്ന സമയത്താണ് യാദൃച്ഛികമായിട്ട് മാമിനെ ഞാൻ പരിചയപ്പെടുന്നത്. എന്തായാലും ചെറിയ കുട്ടികൾക്ക് തരുന്നത് പോലെ ഞങ്ങൾക്ക് ഓരോരോ സെഷനുകളായിട്ട് മാം എടുത്തു തരികയും വളരെ സുന്ദരമായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ പ്രാക്ടീസ് സെഷനുകൾ എങ്ങനെ ഇതിനെ ലൈഫിൽ ചെയ്ത് നമ്മൾ നടത്തിയെടുക്കണമെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്തു. എനിക്ക് മാമിൻ്റെ ഓരോ സെഷനുകളും എനിക്ക് വളരെ വളരെ പുതുമയുള്ളതും വളരെ ഇൻസ്പയറിങ്ങുമായിരുന്നു. ഒരു തവണ കഴിഞ്ഞ് അടുത്ത തവണ കേൾക്കുമ്പോഴും വീണ്ടും അത് ഏറ്റവും പുതുതായിട്ട് തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്തിരുന്നത്. പിന്നെ ഈ ലോകത്തെ മുഴുവൻ ഗ്രാറ്റിറ്റ്യൂഡോടെ കാണണമെന്നും അതുപോലെ അൺകണ്ടീഷണൽ ലവ് അതാണ് നമുക്ക് വേണ്ടതെന്നും ഉള്ള കാര്യങ്ങൾ നാം പറഞ്ഞു തരികയും അതുകൊണ്ട് അതിലൂടെ നമുക്ക് ജീവിതത്തെ എത്ര സുന്ദരമാക്കി തീർക്കാവുന്ന പറഞ്ഞു തരിക മാത്രമല്ല അതിനെ നമുക്ക് വരുന്ന പ്രാക്ടീസ് സെഷനിലൂടെ മനസ്സിലാക്കി തരികയും ചെയ്യും. എന്താണോ ഞാൻ വിചാരിച്ചത് അതിനേക്കാൾ വളരെ അതിശയകരമായിട്ട് അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായിട്ടും പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആശ്ചര്യകരമായി തോന്നിയത്. കാരണം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറേ ബുക്കുകളൊക്കെ വായിക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ എനിക്കറിയാമായിരുന്നു എന്ന്. പക്ഷെ മാമിൻ്റെ ക്ലാസ്സിലിരുന്ന് പിന്നെയാണ് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നതെന്നും ഞാൻ വളരെ ആശ്ചര്യത്തോടെ ഓരോരോ കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്തു. എന്തായാലും മാമിനോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ, എനിക്കൊരു കുറച്ച് നേരത്തെ ഒരു 10 വർഷം മുൻപേ മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായി ജീവിക്കാൻ പറ്റുമായിരുന്നു എന്നൊരു ദുഃഖമുണ്ട്. പിന്നെ എന്തായാലും മാം കുറച്ചുകൂടെ സുന്ദരമായിട്ട് ലോകത്തെ കാണാനും കുറച്ചുകൂടെ കോൺഫിഡൻസോടെ ജീവിക്കാനും കുറച്ചുകൂടെ നന്നായിട്ട് വരുന്ന പോസിബിലിറ്റീസിനെയും എല്ലാം നോക്കിക്കാണാനും ഒരു വിശ്വാസം, ഒരു എബിലിറ്റി ഉണ്ടാക്കി തന്നു ഈ കോഴ്സിലൂടെ. അതിന് മാമിനോട് നന്ദി പറയുന്നു. താങ്ക് യു മാം.